നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളിവിടുത്തെ ചികിത്സയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാനാണ്. നമ്മളുടെ ഈ വൈദ്യശാലയിൽ എന്തൊക്കെ ചികിത്സ ചെയ്യുന്നു, എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ രീതി എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്നത്തെ ഈ വീഡിയോ. ഇതിൽ ഞാൻ ചെയ്യേണ്ട ചികിത്സയെന്ന് വെച്ചാൽ പ്രധാനമായി അസ്ഥി സംബന്ധമായിട്ടും നരമ്പ് സംബന്ധമായിട്ടുള്ള രോഗത്തിനാണ് ചികിത്സ ഞാനിവിടെ ലഭ്യമാക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് രോഗങ്ങൾക്കെല്ലാം ആശുപത്രിയിൽ നല്ല തീർവ് കിട്ടുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ അസ്ഥി സംബന്ധമായും നരമ്പ് സംബന്ധമായിട്ടും ഉണ്ടാകുന്നതിനാണ് പ്രശ്നങ്ങളിലാണ് ഏറെ കൂടുതൽ ഇപ്പോൾ വലിയ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വലിയ ഒരു പ്രശ്നമായിട്ട് വരുന്നത് നരമ്പ് സംബന്ധമായിട്ടുണ്ടാവുന്നതും അസ്ഥി സംബന്ധമായിട്ടുണ്ടാവുന്ന രോഗങ്ങളെ കുറിച്ചാണ്. ഇതിൽ പല പല രോഗങ്ങൾ നമ്മൾ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ പറയുന്നതാണ് അസ്ഥി സംബന്ധമായിട്ട് ഈ നരമ്പ് സംബന്ധമായിട്ടൊന്നും. പക്ഷേ ഇതിൽ മുട്ടുവേദന, കയ്യാൽ കിളപ്പ്, പെരുപ്പ്, ഈ മുട്ടുവേദന, നടുവേദന, നടുവിൽ മറ്റേ ഡിസ്ക് L4 L5 ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ളതിന് നമ്മൾ ചികിത്സിച്ച് മാറ്റണം. ചികിത്സിച്ചെന്ന് പറഞ്ഞാൽ ഈ ബാക്കിയുള്ളവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് അവിടെ ഒരു ദിവസം ഇങ്ങനെ പിടിച്ച് അങ്ങനെ പിടിച്ച് ശരിയായി എന്നുള്ളതൊന്നും നമുക്കിവിടെ നടക്കില്ല. അങ്ങനെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നടുവേദനയ്ക്കൊക്കെ ഒരു 41 ദിവസമൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാത്രമേ പൂർണ്ണമായി മാറും. പക്ഷേ പൂർണ്ണമായി മാറ്റാൻ കഴിയും, ഒരു പ്രശ്നവുമില്ല. പിന്നെ 21 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. അത് നടുവേദന, ഈ ഡിസ്ക് കംപ്ലൈൻറ്റ്, ഈ L4 L5 പ്രശ്നങ്ങളൊക്കെ ഉണ്ടത് ആൾക്കാർക്ക് ഏറ്റവും വലിയ കുഴപ്പങ്ങളാണ്. ഈ കൈ പൊക്കാൻ വയ്യാത്തത്, കൈക്കകത്ത് തേയ്മാനം, കഴുത്ത് തേയ്മാനം, കഴുത്തിനെയൊക്കെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഈ പറയുന്ന രോഗങ്ങൾ എത്ര കൂടിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ ഓപ്പറേഷൻ ചെയ്യാതെ ഇത് ചികിത്സിച്ച് സുഖപ്പെടുത്താൻ കഴിയും. ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഈ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇത് ഞങ്ങൾ ഈ ആശുപത്രി വരുന്നത് കാലത്തിന് മുമ്പേ എൻ്റെ അച്ഛനപ്പൂപ്പന്മാരുടെ കാലത്ത് ഇത് കണക്ക് ഈ ഇന്ന് നമ്മൾ ആക്സിഡൻ്റ് ഉണ്ടാവണമെങ്കിൽ അന്നത്തെ കാലത്ത് ഈ മരങ്ങൾ കയറി വീഴുന്നു, ഒടിഞ്ഞും പിന്നെ പല രീതിയിൽ ആക്സിഡൻ്റ്, അത് മരത്തിരുന്ന് വീഴുന്നു കഴിഞ്ഞാൽ ആക്സിഡൻറ്റിന് സമമായ പ്രശ്നങ്ങളാണ്, ഗുരുതരം പ്രശ്നങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ വരുന്നവരെ നമ്മൾ രക്ഷപ്പെടുത്തുന്നതാണ് അന്നത്തെ ചികിത്സ. അന്ന് ഇതാണ് കൂടുതൽ. അന്ന് പിന്നെ ഈ രോഗങ്ങൾ വന്ന ആൾക്കാർ ചെറിയ ചെറിയ മരുന്ന് കഴിച്ച് എങ്ങനെയെങ്കിലൊക്കെ അവർ കൺട്രോൾ ചെയ്ത് പോകും. പിന്നെ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങളെപ്പോലെ വൈദ്യരെടുത്ത് വരും. കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ചെറിയ ചെറിയ ഈ രോഗങ്ങളും ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരുടെടുത്തും മരുന്നുകളുണ്ട്. അന്നത്തെ കാലത്ത് എല്ലാ കുടുംബങ്ങൾക്കും അവരായിട്ടുള്ള മരുന്നുകളുണ്ട്. ഓരോരുത്തർക്കും ഓരോ പ്രത്യേകത രീതിയിൽ അവർ സ്വന്തമായിട്ട് ചികിത്സിക്കും. അന്നത്തെ കാലത്ത് അങ്ങനെയാണ്. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നം, ഈ മരത്തിരുന്ന് വീഴുന്നത്, ഇങ്ങനെയൊക്കെ വലിയ ഗുരുതരമായ പ്രശ്നം ഇവരെ കൊണ്ട് പറ്റാതെ, ഇവരെ ചികിത്സിച്ച് അവർ സ്വന്തമായിട്ട് ചികിത്സിക്കും. അവരെ കൊണ്ട് പറ്റാതെ വരുന്ന ചികിത്സയ്ക്ക് മാത്രമാണ് ഞങ്ങളെപ്പോലെ വൈദ്യരവർ സമീപിക്കുന്നത്. അന്നത്തെ കാലത്ത് അങ്ങനെയാണ്. നേഴ്സുമാർ എന്തൊക്കെ ചെയ്യാറുണ്ടോ അതൊക്കെ അത്യാവശ്യം അവരുടെ ചികിത്സയിൽ കൂടെ കാണും, അവരുടെ കുടുംബത്തിൽ ഉള്ള ചികിത്സയിലുണ്ടാകും. അതിൽ അവർ പിന്നെ ശ്രമിക്കും. മേശം ഇന്ന് നമ്മൾ ആശുപത്രിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ ആശുപത്രിയിൽ പോകും, നമ്മൾ മേശം ചികിത്സിച്ചിട്ട് ഇപ്പോൾ ആശുപത്രിയിൽ പറ്റാതെ വരുമ്പോഴാണ് എൻ്റെ അടുത്ത് വരുന്നത്. അത് ഇന്നത്തെ കാലത്ത്. പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെയാണ്. അന്നത്തെ കാലത്ത് എല്ലാ കുടുംബങ്ങളും വൈദ്യത്തിനെ കുറിച്ച് അറിയാമായിരുന്നു. നിങ്ങളുടെ അച്ഛനപ്പന്മാരുടെ കുടുംബങ്ങൾ സർവത്രയും ഈ വൈദ്യത്തെ കുറിച്ച് അറിയാനുള്ളവരായിരിക്കും. എന്ന് പറഞ്ഞാൽ എല്ലാ കുടുംബത്തിലും ഈ ചികിത്സ ഉണ്ടായിരുന്നു. ഈ നാട്ടു ചികിത്സ എന്ന് പറയുന്ന സംഭവം എല്ലാ കുടുംബങ്ങളിലും ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് കുറച്ച് അറിവ് എന്ന് പറഞ്ഞാൽ എല്ലാ
ഒത്തിരിയും ചികിത്സിക്കാൻ പറ്റാത്ത കുറച്ച് അറിവ് അവർക്ക് അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന സർവത്ര ചികിത്സയും അവർ ചെയ്യും. ചെയ്തതിന് ശേഷം അവരെ കൊണ്ട് പറ്റാതെ വരുന്ന സമയത്താണ് ഞങ്ങളെ വൈദ്യന്മാർക്ക് വരുന്നത്, ഞങ്ങളെ വൈദ്യശാലയിൽ കൊണ്ടുവരുന്നത്. അപ്പം അത് തന്നെയാണ് ഇന്ന് സംഭവിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് പെട്ടെന്ന് ആശുപത്രിയിൽ പോവും, ആശുപത്രിയിൽ പോയി മേശമം ചെയ്യേണ്ടത് അത് നിങ്ങൾ ചെയ്യണം. അത്യാവശ്യം ആശുപത്രിയിൽ തന്നെയാണ് നമ്മൾ എല്ലാ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. ഈ പറയുന്ന ഞാൻ പോലും എനിക്ക് സ്വന്തമായിട്ടാണെങ്കിൽ ചികിത്സിക്കാൻ കഴിയില്ല. എന്തെങ്കിലും വന്നാൽ ഞാൻ ആശുപത്രിയിൽ പോയാലേ പറ്റുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായില്ല? ആശുപത്രി പ്രധാനമാണ്. ഇന്ന് അന്നത്തെ കാലത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും വൈദ്യം അറിയാനുള്ളത് കൊണ്ട് അവർ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്തിൽ ആ സംവിധാനം അങ്ങ് മാറിയിട്ട് അതിന് പകരമാണ് നമ്മൾ ഇന്ന് ഈ പറയുന്ന ആശുപത്രി നമ്മൾ ഇതായിരുന്നത്. അപ്പോൾ ഇതിൽ ഈ ആശുപത്രിയിൽ പോയി നിങ്ങൾ ചികിത്സിച്ച് ഈ നട്ടിൽ എല്ലാ കംപ്ലൈൻറ്റ്, സുഷുമ്നാ നാഡിക്ക് കംപ്ലൈൻറ്റ്, എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഇതിനെല്ലാം അന്നത്തെ കാലത്ത് ഞങ്ങളെ ചികിത്സയിൽ പൂർണ്ണ പരിഹാരമുണ്ട്. കാരണം എന്ന് വെച്ചാൽ സുഷുമ്നാ നാഡിക്ക് ക്ഷതം സംഭവിച്ചവരെയൊക്കെ നമ്മൾ എലിച്ച് നടത്തിച്ചിട്ടുണ്ട്. കാര്യം ആശുപത്രിയിൽ ക്ഷതം സംഭവിച്ചാൽ തീരുന്നു, അത് അങ്ങനെ തന്നെ കിടക്കും. അവർ അതിന് ഇപ്പോഴും ഓപ്പറേഷനുകളൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് കൂടുതൽ. ഇപ്പോഴെന്താണ് സംവിധാനം, നേരത്തേക്ക് അവർക്ക് ഈ സുഷുമ്നാ നാഡിക്ക് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും ചികിത്സിക്കാൻ ഇല്ലേന്ന് പറഞ്ഞു വിടും. ഇതാണ് ആശുപത്രിയുടെ ഒരു പ്രത്യേകത. പക്ഷേ ഇതേ സംഭവം ഞങ്ങൾക്ക് ഇത് ചികിത്സയുണ്ട്. അതെന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഇതേ സംഭവം പറ്റിയിട്ടുണ്ട്. മരത്തിൽ നിന്ന് വിളുന്ന് ഇത് കണക്ക് സുഷുമ്നാ നാഡിക്ക് കംപ്ലൈൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളവരെയും നമ്മൾ എലിച്ച് നടത്തിക്കും. അന്നത്തെ കാലത്ത് അതിൻ്റെ മൂലിക മരുന്നുകൾ ഒരു വലിയ ഒരു രീതിയാണ് അതിൻ്റെ ഈ പറഞ്ഞ കണക്ക് ഈ ഔഷധത്തിൻ്റെ നമ്മളെ ഈ ഇന്ത്യൻ ഔഷധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും പോലെ ഈ നമ്മളെ അമേരിക്കക്കാരൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള ഔഷധങ്ങൾ ഇല്ലെന്നാണ് പറയുക. സത്യത്തിൽ അത്ര ഔഷധ ഗുണമുള്ളത് നമ്മളെ ഇന്ത്യയിൽ ചെടികളും പച്ചിലയിലും മരങ്ങളും പട്ടിണി ഇങ്ങനെയുള്ള വേരുകൾ ഇങ്ങനെയുള്ള സംബന്ധങ്ങളിൽ നമ്മളെ ജീവിക്കും. നമ്മളെ ശരിക്കും പറഞ്ഞാൽ ദൈവം നമ്മളെ പ്രകൃതിയിൽ നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ മാറ്റാനുള്ളത് നമ്മൾ നടന്നാൽ എത്തുന്ന ദൂരത്തിനകത്ത് തന്നെ നമ്മൾ ജീവിക്കാനുള്ള മരുന്നുകളെല്ലാം നമ്മൾ കൊണ്ട്. അതാണ് നമ്മളെ ഈ ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് ഭാരതത്തിലും ഈ തെന്നിന്ത്യക്കാർക്കാണ് ഇത്രയും ഒരു 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 ചിട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും രീതിയിൽ ഒരു പ്രകൃതി കനിഞ്ഞു തന്നത്. നമ്മളിപ്പോൾ വടക്കിന്ത്യയിൽ ചെന്ന് കഴിഞ്ഞാൽ മഞ്ഞാണെങ്കിൽ ഒരേ കണക്ക് മഞ്ഞായിരിക്കും, വെയിലാണെങ്കിൽ അങ്ങറ്റ വെയിലായിരിക്കും, ശ്വാസം പോലും കിട്ടാത്ത സമയങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പ്രകൃതിക്ക് മാറ്റങ്ങളുണ്ട്. വടക്കിന്ത്യയിലൊക്കെ അങ്ങനെയുണ്ട്. പക്ഷെ നമ്മളെ തെന്നിന്ത്യക്കാർക്ക് ഇതൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ തെന്നിന്ത്യയിൽ ജീവിക്കുന്ന സ്വർഗത്തിൽ ജീവിക്കുമ്പോൾ കണക്കാണ്. അവർക്ക് പ്രകൃതി മാറ്റമുള്ള ഏത് സമയത്തും നമുക്ക് ഒരു കൃത്രിമമില്ലാതെ ജീവിക്കാൻ കഴിയുമാണ്. ഇപ്പോഴാണ് നമ്മൾ എല്ലാവരും മറ്റേ ഫാന് മറ്റേത് മരിച്ചത് AC എല്ലാം ഇപ്പോഴല്ലേ ആളുകൾ. ഇത് നമുക്കുള്ള സാധനമല്ല ഈ ഫാന് AC കഴുത എന്നും നമുക്ക് ആവശ്യമില്ല ഈ സാധനം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കണക്കിന് ഒരു മറ്റുള്ള നാട്ടുകാർക്കൊക്കെ ചൂടുണ്ടെങ്കിൽ അപാര ചൂടായിരിക്കും. ആ സമയത്ത് അവർക്ക് ഈ AC ആവശ്യമാണ്. ഈ നമ്മളെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മണ്ണിൽ ജീവിക്കുന്നവരാണ്. ശരിക്കും പറഞ്ഞാൽ സ്വർഗം എന്ന് പറയുന്നത് നമ്മളെ ഇതിന് നമുക്ക് ഏതൊരു കൃത്രിമങ്ങൾ വേണ്ട. സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള പ്രകൃതിയാണ്. കൂടുതൽ വെയിലില്ല, കൂടുതൽ മഴയില്ല. മഴയാണെങ്കിലും ഒരു പരിധി വരെയേ കാണുള്ളൂ. പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്വർഗത്തിൽ ജീവിക്കുന്ന കണക്കാണ്. നമുക്ക് ഏതൊരു കൃത്രിമം ആവശ്യമില്ലാത്ത കാലഘട്ടം. ആവശ്യമില്ലായിരുന്നു അന്ന്. നമുക്ക് കൃത്രിമമായിട്ടൊന്നും വേണ്ട. അങ്ങനെയാണ് നമ്മൾ അതിൽ പറഞ്ഞതിൽ ഈ വീഴുന്ന് സംഭവിക്കുന്ന കേടുകൾ ഇങ്ങനെയുള്ള സുഷുമ്നാ നാഡിക്ക് എനിക്ക് കംപ്ലൈൻറ്റ് വരും. ഇങ്ങനെ പല പല കംപ്ലൈൻറ്റ്, മുട്ട് മടക്കാൻ വയ്യ, നൂക്കാൻ വയ്യ, പിന്നെ ഇത് വേദന, വെയിറ്റ് കൂടുതലുകൊണ്ട് വേദന, മുട്ടിന് ഭയങ്കര തേയ്മാനം, ഇങ്ങനെ എന്ത് പ്രശ്നങ്ങൾ. തേയ്മാനത്തിനൊക്കെ നമ്മൾ മെയിനായിട്ട് ചികിത്സിക്കുന്നതാണ്. ഓപ്പറേഷൻ ഇത് എത്രയോ കേസുകളെ ഞാൻ അമൃത ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ വെച്ചിരുന്ന കേസുകളെ വരെ ഞാൻ
പിന്നെ എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ അടച്ച് അമൃത ആശുപത്രിയിൽ ഓപ്പറേഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പയ്യൻ. അപ്പോൾ ആ പയ്യന് എന്താ ജലദോഷം എന്തോ ഒരു ചെറിയൊരു കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് അവർക്ക് അത് ചെയ്യാൻ താമസം വന്നതുകൊണ്ട് താൽക്കാലികം ഒന്ന് വേദന ഇത്തിരി കുറഞ്ഞു നിൽക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നവരാണ്. ആ കംപ്ലീറ്റ് അസുഖം മാറ്റി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി? അവർ താൽക്കാലത്തേക്ക് വന്ന് ചികിത്സിക്കാനും പറഞ്ഞുകൊണ്ട് വന്നവരാണ് അവരൊക്കെ. അങ്ങനെയുള്ള ഒരുപാട് കേസുകളുണ്ട്. നമ്മൾ പൂർണ്ണമായി മാറ്റി കൊടുത്തു, ഓപ്പറേഷൻ ആവശ്യമില്ലാതെ. അങ്ങനെയുള്ള കേസുകൾ ഒരുപാടെണ്ണമുണ്ട്. കൈ പൊക്കാൻ വയ്യ, കയ്യിൽ പിന്നെ കൈക്കകത്ത് വേദന, കാലുമുട്ട് വേദന, പിന്നെ മടക്കാൻ വയ്യ, നൂക്കാൻ വയ്യ, നടക്കാൻ വയ്യ, ഇങ്ങനെ പല 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 പ്രശ്നങ്ങളുണ്ടെങ്കിൽ പക്ഷേ ഇതിനൊക്കെ ഒരു കാലാവധിയുണ്ട്. നമുക്ക് ഈ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാം പറയുന്നത് അങ്ങനെ ഒന്ന് മടക്കി ഇതിങ്ങനെ ഒന്ന് ചെയ്ത് അത് ചെയ്ത് ഇത് ചെയ്ത് ഇതാ ഇപ്പോൾ പോയി അപ്പോൾ പോയി, ഒരിക്കലും അങ്ങനെ വേദന മാറില്ല. ഇതിന് വന്ന് ഈ പിന്നെ എൻ്റെ ഈ ഞങ്ങൾ ഈ ശാസ്ത്രീയമായ രീതിയിൽ ചികിത്സ, അതും പിന്നെ ഒരു പാക്കേജ് ചികിത്സയായിട്ട് ചെയ്താൽ മാത്രമേ ഇതിന് ഗുണമുണ്ടാകുള്ളൂ. നിങ്ങൾക്ക് നമുക്ക് വരുമ്പോൾ നിങ്ങളുടെ രോഗം എത്രത്തോളം ഉണ്ട്, ചിലർക്കൊക്കെ 21 ദിവസം ചെയ്താൽ മതിയാവും, ചിലർക്ക് 41 ദിവസം ചെയ്താൽ മതിയാവും, ചിലർക്ക് 3 മാസം ചെയ്യേണ്ടി വരും, എന്നാൽ ചിലർക്ക് പിന്നെ 90 ദിവസം അതിനെ 3 മാസം ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു കണക്കാണ്. ആ രീതിയിലേക്കാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പൂർണ്ണമായി നമ്മൾ ഇതിനെ സുഖപ്പെടുത്താൻ കഴിയും. ആ ട്രീറ്റ്മെൻറ്റാണ് ഞാനിത് നമ്മളെ വൈദ്യശാലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉടനെ വന്നാൽ പിന്നെ ഈ ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ഞാൻ നമ്പറൊക്കെ ഈ വീഡിയോയിൽ തന്നെ തന്നേക്കാം. വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിരിക്കുക. വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുക്കാതെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്നെ കിട്ടൂല. കാര്യം എന്ന് വെച്ചാൽ ഒന്ന് ചികിത്സ ഉണ്ടെങ്കിൽ ആ ചികിത്സയുടെ സമയമായിരിക്കും, 2 അല്ലെങ്കിൽ പിന്നെ മരുന്നെടുക്കാൻ പോകും. ഞാൻ മരുന്നെടുക്കാൻ പോകുന്ന ഇതുകൊണ്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് മരുന്നെടുത്ത് സ്വന്തമായിട്ട് ചെയ്തു. ഒരു മെഡിസിനും ഞാൻ വെളിയിലിരുന്ന് വാങ്ങിയില്ല. നമുക്ക് ആവശ്യമില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വെളിനാട്ടിൽ നിന്നുള്ള ഒന്നും കൊണ്ടുവരണ്ട നമ്മളെ ജീവനെ രക്ഷിക്കാൻ. നമ്മളെ ജീവന് നമുക്ക് 10 പൈസ കൊടുത്ത് വെളിയിലിരുന്ന് പോയി ഒരു വെളിയിലിരുന്ന് കൊണ്ടുവരേണ്ട കാര്യമില്ല. എല്ലാം നമ്മളെ നാട്ടിലുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, പിന്നെ ഇത് വെളിയിൽ പോയി വാങ്ങിക്കുന്ന സാധനങ്ങളെല്ലാം വില കുറച്ച് കിട്ടും എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് കിട്ടും. പക്ഷേ ഇത് സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ ഒരു മരുന്ന് എടുക്കാൻ ചിലപ്പോൾ 3 ദിവസം എടുക്കേണ്ടി വരും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതാണ് സ്വന്തമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മുതലാവില്ല. ഇപ്പോൾ എന്തൊരു മരുന്നായാലും കടയിൽ പോയി നമുക്ക് അല്ലെങ്കിൽ പിന്നെ ആശുപത്രിയിൽ പോയി പിന്നെ കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നതിനൊക്കെ തുച്ഛമായ വിലയ്ക്ക് കിട്ടും. അവർ ബിസിനസ്സിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കണം. ആ മരുന്നെന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഒരു ഇതാണ്. ഇന്ന് നമ്മൾ കടയിൽ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങുന്ന സാധനങ്ങൾ സർവത്രയും ഈ ആയുർവേദം എന്ന് പറഞ്ഞ് ആയുർവേദ മരുന്നുകൾ എല്ലാം ഒരു ബിസിനസ്സുമുണ്ട്. ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടാണ് അത് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അതാണ് സത്യം. ഇത് ഈ നേച്ചുറൽ ആയുർവേദം ഒരു ദിവസം പുറത്ത് വെച്ചിരുന്നാൽ പുളിച്ചു പോകും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് യഥാർത്ഥ ആയുർവേദ മരുന്ന് നമ്മൾ ചീത്തയായി പോകും. നമ്മൾ മരുന്നും ഭക്ഷണവും ഒരു കണക്കാണ്. ഭക്ഷണം ചീത്തയായി പോകുമല്ലോ. ഭക്ഷണം നമ്മൾക്ക് തോന്നുന്ന ദിവസം വയ്ക്കാൻ ഒക്കില്ലല്ലോ. ഇതേ മെത്തേഡാണ് മരുന്ന്. നേച്ചുറൽ മരുന്ന് നമുക്ക് ഗുണമില്ല, ഏതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത മരുന്നാണ്. അങ്ങനെയുള്ള മരുന്നുകളെല്ലാം ഇതേ മെത്തേഡാണ്. പിന്നെ ഇത് നമ്മൾ ഈ ബിസിനസ്, അതായത് ഈ ബിസിനസ് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു സാധനത്തിന് ഇപ്പോൾ ഇവിടെ ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അമേരിക്കയിൽ വിൽക്കാൻ കഴിയും. ആ രീതിയിൽ കൊണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ് ഇന്നത്തെ കാലത്ത്. പണ്ട് അങ്ങനെയല്ല. പണ്ട് നമ്മൾ ഈ ഭാഗത്തിലുള്ളവർ ഇവിടെ ഞങ്ങൾ ചെയ്യും, അടുത്ത ഭാഗത്തിലുള്ളവർ വേറൊരു വൈദ്യർ കാണാം, അങ്ങനെ പോകും. പക്ഷെ അവർ ഇവിടെ നിന്ന് വന്ന് വാങ്ങൂല, നമ്മൾ അവിടെ നിന്ന് വാങ്ങൂല. എല്ലാവരും അവിടെ പ്രദേശത്തിലുള്ള മരുന്നുകൾ മാത്രം ശേഖരിച്ച്, അന്നത്തെ കാലത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞാൽ ഭക്ഷണം കൊടുത്താൽ മതി ആൾക്കാർക്കൊക്കെ മരുന്നുകൾ, ഇഷ്ടംപോലെ മരുന്നുകൾ പിന്നെ നമുക്ക് ശേഖരിക്കാൻ കഴിയും. അന്ന് വലിയ പണിക്കൂലിയും ഒന്നുമില്ല.
ഇന്നത്തെ കണക്ക്. ഇന്ന് അങ്ങനെയില്ല. ഇന്ന് ഒരു മരുന്ന് എടുക്കണമെങ്കിൽ തന്നെ ഒരു മരുന്ന് ഒരു ചെറിയ ഒരാളിനെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഒരു മരുന്നെടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു 50 ഐറ്റം മരുന്നെങ്കിലും വേണ്ടി വരും. ഇതെല്ലാം ചേർത്ത് ഒരുമിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു മരുന്നെടുക്കാൻ തന്നെ ഏതാണ്ട് 4,000 രൂപ ചിലവാകും. ഇത് 50 ഐറ്റം മരുന്നെടുക്കുമ്പോൾ രൂപ എത്രയാകും ഒന്ന് ആലോചിച്ച് നോക്കി. കാര്യം ഇവർ ചെന്നാൽ ഉടനെ കിട്ടത്തില്ല. ചിലപ്പോൾ 3 ദിവസം 4 ദിവസമൊക്കെ അന്വേഷിക്കേണ്ടി വരും. ചില ദിവസം ഒരു ദിവസം തന്നെ 2-3 മരുന്ന് കിട്ടിയെങ്കിലും അതൊരു ഭാഗ്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സ്വന്തമായിട്ട് മരുന്നെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ചെന്ന് നമ്മളെ വേലക്കൂലിയിലാണ് നമുക്കിത് ഇവിടെ ഇതായി വരുന്നത്. അതിനായാണ് നമ്മൾ കൂട്ടി നമ്മൾ ഇത്ര ചാർജിന് നമ്മൾ പറയുന്നത്. അല്ലാതെ ഈ പറഞ്ഞ കണക്കിന് പൈസ കൊടുത്ത് മരുന്ന് വാങ്ങേണ്ട ഗതികേട് നമ്മളെ ഇന്ത്യയിലുള്ള വൈദ്യന്മാർക്ക് ഇല്ല, സത്യം പറഞ്ഞാൽ. കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു കാരണവശാലും ഞങ്ങൾ പണ്ടേ കാലത്ത് ഒരു സാധനവും പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടില്ല. ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ആ പരിസരത്ത് തന്നെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് മരുന്നുകളെല്ലാം. അത് തിരിച്ചറിയണം. ഇന്നെന്ന മരുന്ന് ഇന്നെന്നതെന്ന് പറഞ്ഞ് തിരിച്ചറിയണം. അത്രയേ ഉള്ളൂ നമുക്ക് നമ്മളെ ഒരു പ്രത്യേകത. ഇന്ന മരുന്ന് ഇന്ന സ്ഥലത്ത് കാണും, ഇന്ന മരുന്ന് ഇന്ന സ്ഥലത്ത് കാണും. അത് നമുക്ക് എടുത്താൽ ഇന്ന ഗുണമുണ്ട്, ഇതെടുത്താൽ ഇന്ന ഗുണമുണ്ട്, ഇന്ന അസുഖത്തിന് ഇന്ന മരുന്ന് വേണം. അത് തിരിച്ചറിഞ്ഞ് അത് ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത് നമ്മൾ തിരിച്ച് ആ മരുന്ന് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാവും. അത് അറിഞ്ഞാലേ പറ്റുള്ളൂ. അതാണ് പഠിത്തം എന്ന് പറയുന്നത്. അതിലാണ് നമ്മൾ കുരുകുളം പഠിത്തം. ഇപ്പോഴും അലോപ്പതി പഠിച്ചാൽ ഇത് കിട്ടത്തില്ല. അത് കുരുകുളം പഠിച്ചവർക്ക് ഇത് കിട്ടുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അതാണ് സത്യം. ഈ അലോപ്പതി പഠിച്ചവർക്ക് ഇത്തരം മരുന്നുകളും ഇത്ര ചികിത്സയിലും ചെയ്യാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഇത് യഥാർത്ഥ ഇതല്ല വരുന്നത്. അവർക്ക് ഗ്രന്ഥത്തിൽ നിന്ന് പഠിക്കുന്നവരാണ് അവർ. ബാക്കിയുള്ള ഇപ്പോഴത്തെ കാലത്തുകൾ പണ്ട് അങ്ങനെയല്ല. പണ്ട് ഗ്രന്ഥം എന്ന് പറയുന്ന സമ്പ്രദായം ഇല്ല. എന്ന് പറഞ്ഞാൽ ഗ്രന്ഥം എല്ലാവർക്കും സമ്പ്രദായമല്ല. ഗ്രന്ഥമുണ്ട്, പക്ഷെ അത് എന്താ പറയുന്നത്, ഈ പണ്ടത്തെ ഗ്രന്ഥങ്ങളെന്ന് പറയുന്നത് പോറ്റിമാർ, നമ്പൂരിമാർ, പിന്നെന്താണ് ഈ രാജാക്കന്മാരുടെ ഇങ്ങനെയുള്ള വംശീയർ ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ പറഞ്ഞ കണക്ക് ഗ്രന്ഥങ്ങൾ വരുന്നത്. ഗ്രന്ഥങ്ങൾ വെച്ച് അവർ ഇത് വന്നത്. അത് ഈ ഋഷിമാർ ആണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടാക്കി. മുനിമാർ ഋഷിമാരുടെ കാലഘട്ടത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ ആണ് ഈ ഗ്രന്ഥങ്ങളും പിന്നെ ഇതുകളൊക്കെ അവർ ചെയ്ത് ആ രീതിയിലുള്ള ഔഷധങ്ങൾ അവർ ശേഖരിച്ചത്. പക്ഷേ ഞങ്ങളെ പോലെ ഉള്ളവർ ഒരു പാരമ്പര്യം, ഞങ്ങളുടെ കുടുംബ പാരമ്പര്യത്തിൻ്റെ അങ്ങ് അറ്റം വരെ എന്ന് പറഞ്ഞാൽ അവർ എത്രയോ വർഷത്തിനുങ്ങൾക്ക് ഇപ്പുറത്ത് വരെ ഞങ്ങൾക്ക് എഴുത്ത് ഭാഷയില്ല, ഗ്രന്ഥം ഇല്ല. ഞാൻ ഗ്രന്ഥം വെച്ച് ഒരു കാര്യം ചെയ്തിട്ടില്ല. ഞങ്ങളുടെ കുടുംബ പാരമ്പര്യം എന്ന് പറയുന്നത് എല്ലാം ഈ കുരുകുലത്തിൽ കൂടെ പഠിക്കുന്നത്. കുരുകുലത്തിൽ പഠിപ്പിക്കും, അതനുസരിച്ച് ചെയ്തും കേട്ടും പഠിക്കുന്നതാണ്. അതാണ് ഈ കുരുകുലത്തിൻ്റെ പ്രത്യേകത. കുരുകുലത്തിൽ തന്നെ മറ്റേ എഴുത്ത് ഭാഷയുണ്ട്, പക്ഷെ അത് ഞങ്ങൾക്ക് ഇപ്പം അത് ഇത് പഠിക്കാത്തവരുണ്ട്. അവരാണ് ഈ മെയിനായിട്ടുള്ള ആശാന്മാരായിരിക്കും. അവരുടെ നിന്ന് ഈ എഴുത്ത് ഭാഷ നമ്മളിപ്പം ഞാൻ പഠിച്ചത് അവരുടെ അടുത്ത് നിന്ന് പഠിച്ചത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിനുള്ള കുരുകുളം എഴുത്ത് ഭാഷയുണ്ട് നമുക്ക്. പിന്നെ അത് അന്നത്തെ കാലത്ത് ഈ മണ്ണിനെ എഴുതി ഉള്ള മണ്ണ് കൂട്ടിയിട്ടിട്ട് അതിൽ നമ്മൾ എഴുതിയാണ് പഠിക്കുന്നത്. അന്നത്തെ ഒരു പ്രത്യേകത. ആ എഴുത്ത് ഭാഷയിലാണ് ഇവരുടെ ഇത് നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി പിന്നെ ഇതിനും കൂടെ നമ്മൾ എഴുതി വെച്ചത് എൻ്റെയൊക്കെ കാലത്തിൻ്റെ ഇപ്പുറത്താണ്. അതിന് മുന്നേ ഉള്ള തലമുറയിലെല്ലാം ഒട്ടും എഴുത്ത് ഭാഷയില്ല. ശരിക്കും പറഞ്ഞാൽ അവർ പറഞ്ഞു കൊടുക്കുന്നത് തന്നെയാണ് അതേ കണക്ക് അവർ അതാണ് നല്ല പഠിച്ച് ഇതായിട്ട് ആ എക്സ്പീരിയൻസ് വെച്ചാണ് പിന്നെ അവർ ചെയ്തു വന്നത്. അങ്ങനെയാണ് അന്നത്തെ കാലഘട്ടങ്ങൾ. അതുകൊണ്ട് നമ്മൾ ഈ ഇതിൽ തന്നെ രണ്ടായിട്ട് തിരിയുന്നതാണ്. ഇപ്പം ഈ ആയുർവേദം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കണക്കിന് മറ്റതിലാണ് വരുന്നത്. ഏത് ഈ ഋഷിമാർ മുനിമാരൊക്കെ എഴുതി വെച്ച ഗ്രന്ഥത്തിൽ കൂടെയാണ് വരുന്നത്. പക്ഷേ ഞങ്ങളിത് നാട്ടു ചികിത്സയിൽ കൂടെയാണ്. നാട്ടു ചികിത്സയിലാണ് ശരിക്കും ഇതിനെ പറയുന്നത്. നാട്ടു ചികിത്സയിലാണ് ഞങ്ങളെ വൈദ്യത്തിന് ശരിക്കും നാട്ടു ചികിത്സ, ഞങ്ങളെ വംശീയ ചികിത്സ എന്ന് പറയും. വംശീയ ചികിത്സയിലാണ് ശരിക്കുള്ള
അതിനെയാണ് നമ്മൾ നാട്ടു ചികിത്സ എന്ന് പറയുന്നത്. ഇതിന് വംശീയ ചികിത്സ എന്നാണ് ഇനി വേറൊരു വാക്കുള്ളത്. അതാണ് ശരിക്കും പഴയ ആൾക്കാർ ഇത് വംശീയ ചികിത്സ അല്ലെങ്കിൽ ആദിദ്രാവിഡർ ചികിത്സ എന്നുള്ള ഒരു രീതിയിലാണ് ഇതിനെ ഞങ്ങൾ അന്ന് മുതൽ നമ്മൾ കാത്തു സൂക്ഷിച്ച് പറഞ്ഞത് ഈ വൈദ്യ ചികിത്സയിൽ. മറ്റത് പിന്നെ ഇതാണ് മുനിമാർ ഋഷിമാർ എഴുതിയതാണ് ഈ ആയുർവേദത്തിലെടുക്കുന്ന മരുന്നുകൾ. പക്ഷെ ഞങ്ങൾ ശരിക്കും പിന്നെ നമ്മളെ ഈ നാട്ടിലുള്ളത് എല്ലാം. പക്ഷേ ഇന്നത്തെ കാലത്ത് ആ മരുന്നെല്ലാം പൈസ ഈ ഞങ്ങൾ എടുക്കുന്ന മരുന്ന് തന്നെ 1 കിലോ മരുന്നിന് 6 ലക്ഷം രൂപ വരെ വിലയുണ്ട് വെളിയിലെടുത്ത് കൊടുത്താൽ. എല്ലാം പോയി വെളിനാട്ടുകാരന്മാർ കൊണ്ടുപോവുകയാണ് ഇന്നത്തെ അങ്ങാടി. ഇത് യഥാർത്ഥ മരുന്നുകളെല്ലാം നമ്മളെ നാട്ടിൽ ശരിക്കും ഉപയോഗിക്കുന്നില്ല. നമ്മളെ നാട്ടിൽ ഉപയോഗിച്ചാൽ മുതലാകില്ല, ആർക്കും മുതലാകില്ല. കാര്യം അവരാരും എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇതെല്ലാം വെളിനാട്ടുകാരെ വാങ്ങിച്ച് അവിടെ അവൻ ഉണ്ടാക്കി അവൻ മറ്റുള്ള ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരുമായിരിക്കും. അത് വേറൊരു സത്യം. അവൻ അങ്ങനെ വെളിനാട്ടിലത്തേക്ക് ഈ സാധനം മെറ്റീരിയൽസ് ആയിട്ട് പോവുകയാണ്. ഈ മരുന്നുകളെല്ലാം അത് കണക്ക് തന്നെ മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് അവന്മാർ ഈ ഗ്രന്ഥങ്ങളിൽ വെച്ച് അവന്മാരുണ്ടാക്കി അതിൻ്റെ ഗുണം മനസ്സിലാക്കി അവന്മാർ അത് ചെയ്യുകയാണ്. ശരിക്കും ഒറിജിനലെല്ലാം വെളിയിലാണ് പോകുന്നത്, നമ്മളെ നാട്ടിലേക്ക് ഇല്ല. നമ്മളെ നാട്ടിൽ ഈ പിന്നെ മരുന്നുകളെന്ന് പറഞ്ഞാൽ വെറും ലോക്കൽ തിരുവടയാണ് അങ്ങാടിക്കടയിൽ നമുക്ക് കിട്ടുന്നത്. ഒറിജിനൽ നല്ല ക്വാളിറ്റിയുള്ള മരുന്ന്, വില കൂടിയ മരുന്നല്ല വെളിനാട്ടിൽ പോകും. അവന്മാർ പൈസ നോക്കാൻ അങ്ങ് വാങ്ങുക. അതുകൊണ്ട് ഇവന്മാർ നല്ല ശ്രദ്ധിച്ച് എല്ലാ ഫസ്റ്റ് ക്വാളിറ്റി എല്ലാം അങ്ങോട്ട് പോവുകയാണ്. ഏറ്റവും ലോ ക്ലാസ് മാത്രമാണ് നമ്മളിവിടെ കിട്ടുന്നത്. ഒറിജിനൽ നമ്മളിവിടെ 1 കിലോ 1000 രൂപയ്ക്ക് ഇവിടെ വാങ്ങണമെങ്കിൽ വെളിനാട്ടുകാരൻ ഇതിന് 25,000 30,000 രൂപ കൊടുത്ത് വാങ്ങുകയാണ്. അപ്പോൾ അത്രയ്ക്കും ക്വാളിറ്റിയുള്ള മരുന്ന് അങ്ങോട്ട് പോവുകയാണ്. ഇവിടെയാണ് ഇതിൻ്റെ പ്രത്യേകത. യഥാർത്ഥ ഗുണമുള്ള മരുന്നെല്ലാം കണ്ടവന്മാർ കൊണ്ടുപോയി തിന്നുകയാണ്. നമ്മൾ ശരിക്കും ഇത് നമ്മളെ ആൾക്കാരെല്ലാം പൈസ എന്നുള്ള ഒരു ആർത്തി പിടിച്ചിട്ട് ഈ ആൾക്കാർ ജീവിക്കുകയാണ്. കാര്യം എന്ത് കിട്ടിയാലും ആൾക്കാർ വിൽക്കും. പണം കിട്ടിയാൽ മതി അവരുടെ എല്ലാം വിൽക്കും. അങ്ങനെയുള്ള ആർത്തി പിടിച്ചവരാണ് നമ്മളെ ആൾക്കാർ. അപ്പോൾ പണം കിട്ടിക്കഴിഞ്ഞാൽ അവരങ്ങ് കൊടുക്കും. ഇതാണ് ഇന്നത്തെ കാലത്ത് പോകുന്നത്. സത്യസന്ധതയ്ക്ക് ഇല്ല ഇപ്പം. അതുകൊണ്ട് നമ്മളെ ഇന്ത്യയിലെ നമ്മളെ സാധനങ്ങൾ ഒരു ഇത് വേണം എന്നുള്ള ഇന്ന് നമ്മളെ ഭരണകൂടം പോലും വരുന്നില്ല. ഇല്ലെങ്കിൽ ഭരണകൂടം ഒന്ന് നിയന്ത്രിച്ചാൽ ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടെ കിട്ടിയാണ്. കാര്യം ഇനി നല്ല മരുന്നുകളെല്ലാം വെളിനാട്ടിലേക്ക് ചുമ്മാ മരുന്നായിട്ടാണ് അയച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ ഒറിജിനൽ മരുന്ന് അത്രയും വെളിയിൽ പോവുകയാണ്. നമുക്ക് വെറും ലോ ക്ലാസ് അങ്ങ് അറ്റത്തെ തിരുവടയും അതിലല്ലാതെ ഈ മരുന്നിന് പറയത്തക്കതല്ലാത്തതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കാര്യം ഇവിടെ കൂടി പോയാൽ 1000-500 കൊണ്ട് കൊടുത്ത് ഇവിടുത്തെ കമ്പനിക്കാരോ മരുന്നുണ്ടാക്കുന്നവരോ ആരും വാങ്ങൂല. 1500-1000 രൂപയൊക്കെ കിലോയ്ക്ക് ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവർ ചെയ്യുള്ളൂ. കാര്യം അവർ ഇന്ന് നിസ്സാര വിലയ്ക്കല്ലേ അവർ കൊടുക്കുന്നത്. മരുന്നുകളൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഇവിടെ എന്ന് പറയാൻ മരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ബിസിനസ്സിൻ്റെ ഇതാണ് മാറിപ്പോയി. ഇത് ഒരു അസുഖത്തിന് മരുന്ന് അസുഖം മാറണം എന്നുള്ള മരുന്നുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾ ഇപ്പോൾ വളരെ കുറവാണ്. അങ്ങനത്തെ കമ്പനി ഇല്ല സംഭവം സത്യം പറഞ്ഞാൽ. ഇത് അവർക്ക് ഒരു ഇത് പിന്നെ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് പരമായിട്ടാണ് നമ്മളിപ്പോൾ എല്ലാം ഉണ്ടാക്കുന്നത്. ഇതാണ് ഇന്നത്തെ കാലത്തുള്ള ഒരു കാലഘട്ടം മാറിപ്പോയി എന്ന് പറഞ്ഞ് നമ്മൾ ആരുടെയും കുറ്റം പറയുന്നതല്ല. എല്ലാവരും അവരവർക്ക് വല്ല 10 പൈസ കിട്ടാൻ വേണ്ടിയാണ്. അതാണ് പണ ആർത്തി. ഈ പണത്തിന് ആർത്തിയുള്ളവർ ബിസിനസ്സായിട്ട് ചെയ്യുകയാണ്. അത് വേറൊരു സത്യം. പണ ആർത്തി ഇല്ലാത്ത മനുഷ്യനുണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പം ഇല്ല തന്നെ. സത്യം പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഞങ്ങളെ പോലെ ആൾക്കാർ വളരെ കുറവാണ്. എൻ്റെ മരുന്നിന് വെറും പേറ്റൻറ്റ് മാത്രം കൊടുത്താൽ മതി. നമ്മൾ ഈ കൊച്ചിയിലെ ഒരു മേളയിൽ വെച്ച് പേറ്റൻറ്റ് മാത്രം കൊടുത്താൽ മതി. പിന്നെ 300 കോടി വാഗ്ദാനം ചെയ്തതാണ് ഒരു നോറിക്കുറിയക്കാരൻ, ഒരു രാഷ്ട്രീയക്കാരൻ. അവനക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ കൂട്ട്, ഈ മരുന്ന് ചെയ്യാണ്ട കൂട്ടാണ് വേണ്ടത്. മരുന്ന് അവനക്ക് വേണ്ട. എന്നാ ഞാൻ മരുന്നായിട്ട് തരാൻ, നിങ്ങൾ പിന്നെ വാങ്ങിച്ച് നിങ്ങൾ ചികിത്സിച്ച് പോലെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു പോലെ അത് വേണ്ട. അവന് വേണ്ടത് ഈ കൂട്ട് മാത്രമാണ്.
ഞാൻ മറ്റുള്ളവരെ പോലെ ഈ ആർത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ആ കാർഡ് ഏത് സമയത്ത് വിളിക്കാൻ വേണ്ടി എനിക്ക് ഒരു കാർഡും തന്നിട്ടുണ്ട്. അവന്മാരെ വിളിച്ചാൽ അവന്മാർ വന്ന് എൻ്റെ കൂട്ടെടുത്തുകൊണ്ട് പോകും ആണ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു എക്സിബിഷൻ, ഈ ഇൻ്റർനാഷണൽ എക്സിബിഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് അവന്മാർ വന്ന് സമീപിച്ചതാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ അതിൽ നമ്മൾ കൊടുക്കാതെ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഈ നമ്മൾ ഈ എക്സിബിഷൻ നടന്ന ഈ ഉദ്യോഗസ്ഥന്മാരുകൾക്കൊക്കെ ഭയങ്കര എൻ്റെ അടുത്ത് ഒരു അഭിമാനമൊക്കെ ഭയങ്കരമായിട്ട് എൻ്റെ വന്ന് എല്ലാവരും ആദരിച്ച് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ നിങ്ങൾ ഇത്രയും കാര്യം ഇവരുടെ ഈ ഇതെല്ലാം അവർക്കറിയാം. ഇവന്മാരിങ്ങനെ ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല എന്നുള്ളത് നമ്മളെ ഉദ്യോഗസ്ഥന്മാർക്ക് അതൊക്കെ ഇതിൻ്റെ അകത്ത് വന്ന് സംസാരിച്ചപ്പോൾ ഈ അവർ ഇംഗ്ലീഷ് മറ്റുള്ള ഭാഷയിലല്ല സംസാരിക്കുന്നത്. അപ്പം ഈ ട്രാൻസ്ലേഷൻ പറയണമല്ലോ. അപ്പോൾ അവർ ഇങ്ങനെ അറിയാം. അപ്പോൾ എല്ലാവരും മനസ്സിലായി ഇവർ പറഞ്ഞ പൈസയ്ക്ക് ഞാൻ കൊടുത്തില്ല എന്നുള്ളത്. എനിക്ക് ഈ പറഞ്ഞ കണക്കിന് ഇംഗ്ലീഷ് അങ്ങനെയുള്ള ഇതുകളൊന്നും അറിഞ്ഞുകൂടല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ട്രാൻസ്ലേഷന് വേണ്ടി നമുക്ക് ഈ പിള്ളേരെ തരും. അവർ ഉദ്യോഗസ്ഥർ തന്നെ നമ്മളെ സഹായിക്കും. ഞങ്ങൾ ഗവൺമെൻറ്റാണ് എന്നെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഉള്ള ഒരു എക്സിബിഷനിൽ വെച്ചാണ് എനിക്ക് ഈ 300 കോടിയും പിന്നെ അതിൻ്റെ ബാക്കിയുള്ള പൈസയും എന്നും പറഞ്ഞുകൂടാണ് എൻ്റെ അടുത്ത്. പക്ഷേ അവന് വേണ്ടത് എൻ്റെ മരുന്നല്ല. അവന് വേണ്ടത് ഞാൻ ഉണ്ടാക്കുന്ന രീതി, ഞാൻ എങ്ങനെ മരുന്നുണ്ടാക്കണം, ഏത് മരുന്നൊക്കെ ചേർക്കണം, ഇതിൻ്റെ കൂട്ടാണ് അവനക്ക് വേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടാക്കണം കൂട്ടാണ് അവന് വേണ്ടത്. മറ്റേ ഞാൻ ഉണ്ടാക്കി മരുന്നായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് ലേബിലടിച്ച് നിങ്ങളെ നാട്ടിൽ എത്രയ്ക്ക് വേണമെങ്കിലും എടുത്ത് വെച്ച് തരാം, നിങ്ങൾ വിറ്റോളി എന്ന് പറഞ്ഞിട്ട് അവന്മാർക്ക് വേണ്ട. അവന്മാർക്ക് അങ്ങനെ അത് വേണ്ട. എൻ്റെ ഈ മരുന്നാണ് അവനക്ക് വേണ്ടത് എന്നും പറഞ്ഞിട്ട് ഇവന്മാർ അപ്പം ഞാൻ കൊടുത്തില്ല. അങ്ങനെ ഞാൻ കൂട്ട് കൊടുത്തില്ല. അതുപോലെ ഇപ്പം എന്നെപ്പോലെ എല്ലാവരും അങ്ങനെയില്ല. വേറെ ആൾക്കാർ പിന്നെ ചീപ്പായ വിലയ്ക്ക് ഞങ്ങൾ കൊടുക്കാൻ മറ്റേതും അവരുടെ ഇതുകളൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവന്മാർ പോയി. അത് വേറെ രീതിയിൽ അവർക്ക് ഈ ചിലവന്മാർ വന്നു കഴിഞ്ഞാൽ നമ്മളെ മറന്ന് വാങ്ങി ബിസിനസ് ചെയ്യാനല്ല, നമ്മളെ ഉൽപ്പന്നം വാങ്ങിച്ച് ബിസിനസ് ചെയ്യാനല്ല അവന്മാർ വരുന്നത്. നമ്മളെ ഈ സീക്രട്ട് കംപ്ലീറ്റ് എടുത്തുകൊണ്ട് പോകാനാണ് അവന്മാർ വരുന്നത്. അതിനാണ് ഈ ഓഫർ തന്നത് നമുക്ക്. അവന്മാർ ഈ പറഞ്ഞാൽ അങ്ങനെ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കും ഈ പൈസയിലൊക്കെ. കാര്യം അവന്മാർ വലിയ വലിയ കമ്പനിക്കാരന്മാരാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പിന്നെ ഇതെല്ലാം അവൻ്റെ നാട്ടിൻ്റെ സാധനമായിട്ട് നമുക്ക് തന്നെ തിരിച്ചു തരും. നമ്മളെ നാട്ടുകാരങ്ങൾക്ക് തന്നെ കൊണ്ടുവന്ന് പൈസ നമ്മളെ ആൾക്കാർക്ക് തന്നെ പൈസ വാങ്ങിച്ചോണ്ട് പോകും. ഇപ്പോൾ വേണ്ടില്ലേ, ഇപ്പോൾ ഒരു ആശുപത്രിയിൽ ഒരു ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ ലക്ഷങ്ങൾ വേണം, കോടിയിലാവുന്നുണ്ട്. ഇതെല്ലാം ആരാണ്? ഇതെല്ലാം നമ്മളെ ഇതുപോലെ കണക്ക് ഇരുന്ന സാധനങ്ങൾ അവർ വില കൊടുത്ത് വാങ്ങിച്ച് പോയിട്ട് അവരുടെ സാധനമായിട്ട് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് അയക്കുന്നതാണ്. ഇത് നമ്മളെ നാട്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവർ ഈ മാർക്കറ്റിൽ ഇതിൽ നടത്തുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ട് ഒരുപാട്. പിന്നെ ഈ പറഞ്ഞ കണക്കിന് നമ്മൾ ഒന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. അങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് ഒരു ഇതുള്ളത്. അപ്പോൾ നമുക്ക് എന്നെ ഇങ്ങനെ ഗവൺമെൻറ് സഹായിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ. പിന്നെ ഗവൺമെൻറ്റിലത്തേക്ക് ടെൻഡർ എടുക്കാനുള്ള ലൈസൻസിൻ്റെ ഒക്കെ ഉണ്ട്. ഈ NSIC ലൈസൻസ് എന്ന് പറയും, അതെനിക്കുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ഇതാണ്. അപ്പോൾ ഇതെല്ലാം ഉള്ളതുകൊണ്ട് അവന്മാർക്ക് ഈ ഞാൻ മരുന്നായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവന്മാർക്ക് വേണ്ടാന്ന് പറയും. അതാണ് ഇതിനെക്കാട്ടില്ല. അതുകൊണ്ട് നല്ല സാധനങ്ങളെല്ലാം വെളിയിൽ പോയി ഇനി നല്ല സാധനങ്ങൾ നമുക്ക് നല്ല മരുന്നുകൾ ഒറിജിനൽ നാട്ടുമരുന്നോ അല്ലെങ്കിലും ആയുർവേദ മരുന്നോ ഒറിജിനൽ മരുന്ന് നമുക്ക് ഇവിടെ കിട്ടുമെന്ന് വിചാരിച്ചാൽ എല്ലാവരും അത് മടത്തണമെന്നാണ് പറയുക. കാര്യം എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും ഒരു കാരണവശാലും കിട്ടാൻ പോകുന്നില്ല. കാര്യം ഇതെല്ലാം ഒറിജിനലായിട്ട് മരുന്നുണ്ടാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്കിന് ഈ നിങ്ങൾ വാങ്ങുന്ന പൈസയ്ക്ക് കിട്ടില്ല. ഒന്ന്. രണ്ടാമത് ഈ പൈസയ്ക്ക് അല്ലാതെ കൂടുതൽ കൊടുത്ത് വാങ്ങാൻ ആരും തയ്യാറുമില്ല. ആ വശത്തിൽ നമ്മൾ ഈ ബിസിനസ്സുകാരെല്ലാം ഇന്നും 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ എൻ്റെ അപ്പൂപ്പൻ്റെ കാലത്ത് ആണ് ഒരു അവൻസ് പിന്നെ മരുന്നിന് ഒരു അവൻസിന് 10 രൂപയ്ക്ക് വിറ്റത്. ഈ മുട്ടുവേദനയ്ക്കുള്ള മരുന്നുകളൊക്കെ ഉണ്ടല്ലോ, എണ്ണയിനാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ അന്ന് മരുന്നായിട്ടാണ് ചെയ്തു കൊടുത്തത്. അന്ന് എൻ്റെ അപ്പൂപ്പൻ്റെ കാലത്ത് അന്ന് 100 രൂപ വേണ്ട ഒരു സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ. നിങ്ങൾക്ക് മനസ്സിലായില്ല? അന്നത്തെ കാലത്ത് ഈ 10 രൂപയ്ക്ക് വിറ്റത് ഇന്നും 10 രൂപയ്ക്ക് വിൽക്കുന്നവരുണ്ട്. അത് തന്നെ ആളുകൾ വാങ്ങിക്കുന്നുണ്ട്.
ഇവർക്ക് എന്ത് കേട്ടാണ്? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ആ മരുന്നിൻ്റെ എല്ലാം പോയിട്ട് ഇപ്പോൾ അത്രയും ബിസിനസ്, അതല്ല അതിലെത്തിപ്പൂരം എന്തെങ്കിലും കെമിക്കൽ ചേർത്ത് കഴിഞ്ഞാൽ അത് അപ്പോഴത്തേക്ക് ആശ്വാസം കിട്ടും, വീണ്ടും വാങ്ങിച്ചിടും. നമ്മൾ ഈ കൊട്ടാൻ ചുക്കാലി വാങ്ങിച്ചിടും പോലെ അപ്പോഴത്തേക്ക് ആശ്വാസം നല്ല രീതിയിൽ കിട്ടും, പിന്നെ വീണ്ടും വാങ്ങിച്ചിട്ടുകൊണ്ടിരിക്കണം. അതാണ് ഇന്ന് ആ സ്റ്റേജിൽ കൊണ്ടുവന്നത്. നമ്മളെ മരുന്നെന്ന് പറഞ്ഞാൽ ഒരിക്കൽ വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ രോഗം അതോടെ മാറുകയാണ് ചെയ്യുന്നത്. വീണ്ടും രോഗത്തിന് അന്വേഷിച്ച് നടക്കാറില്ല. കാര്യം ഒരു മരുന്ന് പുരട്ടിയാൽ മാറണമെങ്കിൽ ആ ഒരു പാക്കേജുള്ള ഇത് പുരട്ടുമ്പോൾ തന്നെ അതങ്ങ് മാറും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മളുടെ ചികിത്സ ഒരു പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ മാറും. പിന്നെ 90% ആൾക്കാർക്ക് അതോടങ്ങ് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ വേദനയിനും പിന്നെ പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് വേറെ ചെന്ന് മരുന്ന് വാങ്ങിച്ച് കഴിക്കേണ്ട കാര്യം വരുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ ഞാൻ ഇനി ഈ വീഡിയോ നീട്ടുന്നില്ല. ഇങ്ങനെ കുറേ ചികിത്സയുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ കൂടെ ഞാൻ പാക്കിക്കാൻ പറയാം. എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരുപാട് ഇതായിപ്പോയി, സമയം കൂടുതലായിപ്പോയി. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ കൂടുതൽ ചികിത്സയെക്കുറിച്ച് എല്ലാം നമ്മൾ പറയാം. ഈ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് കൊള്ളാമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്തേക്കുക. പിന്നെ ഇതിനൊന്ന് എന്താ പറയുന്നത്, ഇനി നിങ്ങൾ കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് ബെൽബട്ടണോ അമർത്തണമെന്നോ അതൊന്ന് അമർത്തി ഇത് പിന്നെ സ്ഥിരം കാണാനുള്ള ഇത് ചെയ്തു കൊടുക്കുക. ഓക്കെ, ശരി. നന്ദി, എല്ലാവർക്കും നന്ദി. നന്ദി, നമസ്കാരം.